ആദ്യത്തെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് ഉത്തരായനത്തിൽ അഭിനയിച്ച ഡോക്ടർ മോഹൻദാസാണ്. ഞാൻ ചെല്ലുമ്പോഴേ അവിടെ ജയഭാരതിയും ഷീലാമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ജയൻ ഇങ്ങനെ വരുന്നു, എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ വരുന്നു. അപ്പോഴത്തേക്ക് നസീർ സാറ് വരുന്നു. പിന്നെ അതിൽ സോമൻ ചേട്ടനാണ് എൻ്റെ ഒരു ജോഡിയായിട്ട് വരുന്നത്. ഇവിടെ ആരാണ്ടൊരു കമൻറ്റ് ഇട്ടിട്ട് കണ്ടു, ജയൻ സാറെന്നെന്ത് വിളിക്കാത്തത് മല്ലികാമെന്ന്. എൻ്റെ പൊന്നുമോനെ, ഈ മലയാളത്തിൽ വന്നാലും തമിഴിൽ പോയാലും വേറെ ഏതെങ്കിലും ഭാഷയിൽ പോയാലും കമൽഹാസൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ഇതിനകത്ത് ആര് നായിക എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നേ വരെ ഒരു വേഷവും ചെയ്തിട്ടില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെ വരുമാനമാണ് ഈ സിനിമ എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ സിനിമയെക്കാട്ടിലൊക്കെ കാശ് ഇവിടെ പലരും ഉദ്ഘാടനത്തിന് പോയാൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതം എനിക്ക് കിട്ടിയ എൻ്റെ ഒരു ജീവിതം തന്ന സുഖുവേട്ടനെക്കുറിച്ച്, ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഒക്കെ ഞാൻ ഒരുപാട് പറയും. തന്നെയല്ല, മിക്കവാറും ഈ അഭിമുഖങ്ങളിൽ വരുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അപ്പോൾ വലിയ വ്യത്യസ്തമായ ഉത്തരങ്ങളൊന്നും നമുക്ക് പറയാനും ഒക്കത്തില്ല. അപ്പോൾ ഏറെക്കുറെ എന്നെക്കാട്ടിൽ നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്ന കേരളത്തിലെ എല്ലാ സുമനസ്സുകൾക്കും അറിയാം മല്ലിക ചേച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ സിനിമാ ജീവിതത്തിലേക്ക് അധികം കടന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ നായകൻ അന്നും ഇന്നും എന്നും മരണം വരെയും സുകുമാരൻ എന്ന എൻ്റെ സുഖുവേട്ടനാണ്. പക്ഷേ അതുകൂടാതെ ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരുമായ നായകന്മാരോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് ഉത്തരായനത്തിൽ അഭിനയിച്ച ഡോക്ടർ മോഹൻദാസാണ്. അദ്ദേഹം അതിനുശേഷം അതേ പ്രൊഫഷനിൽ വലിയ ഡോക്ടറായിട്ടൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് അദ്ദേഹം തുടക്കമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്താണ് സിനിമ, ഇതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, ഒരു ആർട്ടിസ്റ്റുമായിട്ട് അഭിനയിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയ്ക്കുള്ളൊരു പരിചയമൊന്നുമില്ല. ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നു, സംവിധായകൻ എന്ത് പറയുന്നു അത് ചെയ്യും. അല്ല, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു മാനസിക ധൈര്യം വരുമല്ലോ. കുറേ പടങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ എന്താണ് സാർ ഉദ്ദേശിച്ചതെന്നും എവിടെയാണ് നിൽക്കേണ്ടതെന്നും എങ്ങോട്ടാണ് കൃത്യമായി നോക്കേണ്ടതെന്നൊക്കെ മറ്റേ ആ നോട്ടത്തിനൊക്കെ നമ്മൾ ആ പൊസിഷനെത്തുമ്പോൾ നോക്കാൻ റെഡിയായിട്ട് ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക അവബോധ മനസ്സിലെങ്കിൽ അതിങ്ങനെ കിടക്കും, എത്തിയോ നോക്കാറായോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇന്നടത്തെത്തുമ്പോൾ ഇന്നയാളെ നോക്കണം എന്നൊക്കെയുള്ളത് നമുക്ക് സ്വയം മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഡോക്ടർ മോഹൻദാസുമായിട്ട് ഉത്തരായനം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും അറിയപ്പെടുന്നൊരു വലിയ മനുഷ്യൻ ശ്രീ അരവിന്ദൻ സാറായിരുന്നു അതിൻ്റെ സംവിധായകൻ. ഇതെല്ലാം കഴിഞ്ഞ് പടത്തിന് ദേശീയ തലത്തിൽ അംഗീകാരവും കിട്ടി. അപ്പോൾ ഈ നായികയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ നായികാ വേഷം എന്ന് പറഞ്ഞ് സത്യത്തിൽ നടന്നിട്ടില്ല. എനിക്കത് അത്രയ്ക്ക് ഒരു പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ ചെല്ലുമ്പോഴേ അവിടെ ജയഭാരതിയും ഷീലാമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നായികമാർ. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നൊരു ഗ്രൂപ്പുണ്ട്, റാണി ചന്ദ്ര തുടങ്ങിയ ഒരു കുറച്ചുകൂടെ ചെറുപ്പക്കാർ. അപ്പോൾ അവരുടെയൊക്കെ കൂടെയാണ് ഞങ്ങൾ മിക്കവാറും പക്ഷേ അതത്ര തീരെ ഒരു അപ്രധാന കഥാപാത്രമല്ല. ഒന്നിലെ റാണിയുടെ കൂട്ടുകാരി, അല്ലെങ്കിൽ റാണിയുടെ അയൽവാസി, സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന വളരെ അടുത്ത ബന്ധു, ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടർ മോഹൻദാസുമായിട്ടുള്ള അഭിനയം കഴിഞ്ഞു. പിന്നെ ഒരു നായകൻ്റെ കൂടെ അഭിനയിക്കുന്നു എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് എല്ലാ നായകന്മാരും ഉള്ള പടത്തിൽ എനിക്ക് നല്ല ശ്രദ്ധേയമായ വേഷങ്ങൾ കിട്ടുകയും അവരോടൊക്കെ ഒരു ഒന്നിച്ച് ചേർന്ന് സീനുകൾ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ബഹുമാന്യനായ ശ്രീ പ്രേം നസീർ സാറ് തൊട്ട് മധു സാറ്, പിന്നെ ജയൻ, സോമേട്ടൻ, ഈവൻ സുഖേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. പിന്നെ അങ്ങനെ എല്ലാവരും, രാഘവേട്ടൻ, വിൻസെൻ്റ്, സുധീർ, അങ്ങനെ എല്ലാവരും ഉള്ള ചിത്രങ്ങളിലൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട്. ഉമ്മർ സാറ്, നമ്മുടെ പഴയ വില്ലൻ, ഇവരുടെയൊക്കെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചതൊക്കെ അതുപോലെ വ്യത്യസ്തമായ വിധത്തിലുള്ള സിനിമകൾ എടുക്കുന്ന സംവിധായകരുമാണ്. അതായത് വിൻസെൻ്റ് മാഷ്, ലിസ എന്ന പടത്തിൻ്റെ ബേബി, പിന്നെ KG ജോർജ് സാറിൻ്റെ പടങ്ങൾ, അതൊരു വലിയ സംഭവമാണ്. കാരണം ജോർജ് സാറിൻ്റെ പടമാണ് എനിക്ക് രണ്ടാമത് ഡോക്ടർ മോഹൻദാസിനോട് അഭിനയിച്ച സ്വപ്നാടനം എന്ന പടത്തിലുള്ള ഞാൻ അവാർഡ് വാങ്ങിക്കുന്നത്, ഗവൺമെൻറ് അവാർഡ്. അപ്പോൾ ജോർജ് സാറ് അങ്ങനെയുള്ളവർ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും പടങ്ങളിൽ അഭിനയിക്കുകയും അതെല്ലാം ജോർജ് സാറിൻ്റെയൊക്കെ പടത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു എനിക്കെല്ലാം കിട്ടിയത്. വിൻസെൻ്റ് മാഷിൻ്റെ പടത്തിലുമൊക്കെ അതെ. അങ്ങനെ വിൻസെൻ്റ് മാഷിൻ്റെ പടം അഭിനയിക്കുമ്പോഴാണ്
കമലഹാസൻ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു നടൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്നത്, വയനാടൻ തമ്പാൻ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു ലവ് ബേഴ്സ് പറഞ്ഞൊരു സിനിമ ശങ്കരൻ നായർ സാറിൻ്റെ തന്നെ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ മദനോത്സവത്തിൽ അഭിനയിച്ചു. പക്ഷേ മദനോത്സവമൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. കാരണം തിക്കുറിശി എന്ന് പറയുന്ന വലിയ കോടീശ്വരനായ മണക്കാരനൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഭാര്യ മരിച്ചപ്പോൾ ഭാര്യയെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ നമ്മൾ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഭയങ്കര ദേഷ്യം, ശുണ്ഠി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനായിട്ടായിരുന്നു കമലഹാസൻ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ കഷ്ടം തോന്നും. കാരണം നല്ലൊരു മകൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഈ അച്ഛനിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എപ്പോഴും എൻ്റെ മകനല്ലെങ്കിൽ കൂടിയും ഒരു പക്ഷേ വളരെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയായിട്ടാണെങ്കിൽ പോലും ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത്. അങ്ങനെയൊക്കെയുള്ള ചിത്രം. പിന്നെ കാത്തിരുന്ന നിമിഷം, അത് സുവേട്ടൻ്റെ തന്നെ സുഹൃത്തുക്കളെടുത്തൊരു പടമാണ്. എല്ലാവരും ഉണ്ട്. കാരണം അതിനകത്ത് കമലഹാസൻ, വിധുബാല, ജയഭാരതി, സുവേട്ടൻ, സോമൻ ചേട്ടൻ, ഞാൻ, ഇങ്ങനെ ഞങ്ങൾ ഒരു 2-3 സ്ത്രീകളും അതുപോലെയുള്ള പേര് കേട്ട നായകന്മാരുമായിരുന്നു അതിനകത്ത്. അപ്പോൾ അന്ന് വിധുബാലയൊക്കെ ഓഫ് കോഴ്സ് ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട്, ഭാരതി പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഭാരതിയായിരുന്നു അന്ന് അതിനകത്ത് സുവേട്ടൻ്റെ ഹീറോയിനായിട്ട്. അപ്പോൾ ആ പടത്തിൽ അത് നല്ലൊരു വേഷമായിരുന്നു. പാട്ട് കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് ജോർജ് സാറിൻ്റെ പടത്തിലും അതെ, പാട്ടുകളും ഒക്കെ ആയിട്ട് നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് എന്നിൽ തന്നെ ഉണ്ടായതൊക്കെ അങ്ങനെയുള്ള സംവിധായകരുടെ ചിത്രത്തിലൂടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ തമാശകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാണണം, എന്തെല്ലാം കേൾക്കണം, ഒരുപാട് കാര്യങ്ങൾ. അത് അറിയാമല്ലോ, അടൂർ ഭാസാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളോട് പറയില്ല. അത് ആ ടേക്ക് സമയത്ത് ക്യാമറ ഓടിക്കഴിയുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ചില പെട്ടെന്നുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ചിരിച്ചു പോകുമ്പോൾ ആ ഷോട്ട് തന്നെ വേസ്റ്റായി പോവും. അപ്പോൾ ഒടുക്കൊടുക്കെ ഞാൻ പറഞ്ഞു, സാറേ ഒരു ചെറിയ മുഴുവൻ പറയണ്ട, ഒരു ചെറിയ അവിടെ ഞാനിങ്ങനെ 1-2 എക്സ്ട്രാ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കരുതിയിരിക്കാം, ചിരിക്കണോ വേണ്ടായോ എന്നൊക്കെയുള്ള. കാരണം പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കാണിക്കുമ്പോൾ ഞങ്ങളൊക്കെ അത്രയ്ക്കുള്ള പരിചയമേ ഉള്ളൂ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചിരിച്ചു എന്നിരിക്കും എന്നൊക്കെ പറയും. അതുപോലെയാണ് സെറ്റിൽ ഈ പറഞ്ഞതുപോലെ കമലഹാസൻ. അദ്ദേഹത്തിനെ പോലെ എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ട്, അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ തമിഴിലൊക്കെ അഭിനയിച്ച് കാത്തിരുന്ന നിമിഷമൊക്കെ വരുമ്പോഴത്തേക്കും വലിയ നടനാണ്. പക്ഷേ എന്നാലും ഈ മലയാളത്തിൽ വന്നാലും തമിഴിൽ പോയാലും വേറെ ഏതെങ്കിലും ഭാഷയിൽ പോയാലും കമലഹാസൻ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ ജോവിയലായിട്ട് എല്ലാവരുമായിട്ട് പെരുമാറും. അത് സീനിയോറിറ്റി ഒന്നും നോക്കത്തില്ല, വലിയ ആർട്ടിസ്റ്റോ ചെറിയ ആർട്ടിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടും വളരെ ജോവിയലായിട്ട് സന്തോഷത്തോടുകൂടി ഇടപഴകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾ അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സുവേട്ടൻ്റെ കൂടെ കുറച്ച് പടം അഭിനയിച്ചു. അതാണ് തമ്പിച്ചേട്ടൻ്റെ മിക്ക കഥാപാത്രങ്ങൾ. കാരണം മാളിക പണിയുന്നവർ, പിന്നെ ലിസ ബേബിയുടെ നിഴലേ നീ സാക്ഷി, ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത കുടുംബം നമുക്ക് ശ്രീകോവിൽ, ഇതിലൊക്കെ ഞാൻ സുവേട്ടൻ്റെ കൂടെ അഭിനയിച്ച കഥാപാത്രങ്ങളാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പടത്തിൽ നായികയാണ് അങ്ങനെയല്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ആര് നായിക എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നേ വരെ ഒരു വേഷവും ചെയ്തിട്ടില്ല. ഇപ്പം ചോദിക്കും, ഇതിങ്ങനെ നായികയുടെ അമ്മയാണ്, ആരാ നായിക എന്ന് ചോദിക്കാറുണ്ട്. ഈ അമ്മയാണെന്ന് പറയുമ്പോൾ മാത്രം ആരാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് എന്നറിയാനുള്ളൊരു താല്പര്യം കൊണ്ടില്ല. അന്നൊന്നും അതൊന്നും ചോദിക്കത്തില്ല, ചോദിക്കാനായിട്ട് പറ്റത്തുമില്ല. ഒരു പരിധി വരെയൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് അന്ന് ഇടപെടാൻ ഒക്കുകയുള്ളൂ. കാരണം അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ഒരു പക്ഷേ ഒരു സീൻ ശരിയല്ലെങ്കിൽ എഴുതുന്ന ആൾ കൂടെ നമ്മുടെ സെറ്റിൽ കാണും. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്തി അപ്പം തന്നെ തിരുത്തിയിട്ട് വേറെ തരത്തിലെടുക്കാനായിട്ട് ആ സീൻ എഴുതി കൊടുക്കും അത് എഴുതുന്ന ആൾ. അന്ന് അങ്ങനെയല്ല, മൊത്തം സ്ക്രിപ്റ്റ് കൊടുത്ത് പ്രൊഡ്യൂസറുടെ കൊടുക്കും, 2, 3, 4 ആവർത്തി വായിക്കും. സംവിധായകനടക്കമുള്ളവരിരുന്ന് ഓക്കെ പറയും. ഈ സ്ക്രിപ്റ്റാണ് പിന്നെ സംവിധായകൻ സെറ്റിൽ കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കയറി അങ്ങോട്ട് കിടന്ന് അഭിപ്രായം പറയാനും അതിനൊന്നുള്ളൊരു ധൈര്യം വന്നില്ല കേട്ടോ. കാരണം ഞങ്ങളൊക്കെ തുടക്കക്കാർ, പിന്നെ പ്രത്യേകിച്ച് അന്നത്തെ സെറ്റപ്പ് അങ്ങനെയാണ്. മദ്രാസിലായിരുന്നല്ലോ ഞങ്ങളൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്ത്. ഡബ്ബിംഗ് ഒന്നുമില്ല, നേരെ സൗണ്ട് എടുക്കുകയാണ്. വിഷ്വൽ ക്യാമറ വെച്ചിട്ട് സൗണ്ട് ഡയറക്റ്റ് എടുക്കും. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും വേറൊരു ഗുണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് സ്ക്രിപ്റ്റ് പഠിക്കും. എന്താണ് ആ സീനിൻ്റെ കണ്ടൻറ്റ്, ആരോട് എപ്പോൾ സംസാരിക്കണം, അതെങ്ങനെ സംസാരിക്കണം എന്നുള്ളതെല്ലാം ഈ റിഹേഴ്സലും കൂടെ കഴിയുമ്പോൾ പക്കായാവും. ഇന്ന് അങ്ങനെയല്ല. ചിലപ്പോൾ എന്താണ് എൻ്റെ വേഷം, എന്താണ് ഞാൻ പറയേണ്ടത് ക്യാമറയുടെ മുന്നിൽ വന്നതിന് ശേഷം ചോദിക്കുന്നവരുമുണ്ട്.
അത് ഓഫ് കോഴ്സ് സീനിയർ ആർട്ടിസ്റ്റുകളല്ല, പുതിയ പുതിയ കുട്ടികൾക്ക് അതിനൊരു ഗൗരവം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദ ഉപാധി എന്നതിലുപരിയായിട്ട് ഒരു നമ്മുടെ ചോറാണ്, അല്ലെങ്കിൽ ഇത് അന്നമാണ് എന്ന് കരുതുന്ന ഒരു തലമുറയിൽ നിന്ന് നമ്മളൊക്കെ ബഹുദൂരം കഴിഞ്ഞ് പോകുന്നു കഴിഞ്ഞു. ഇപ്പോൾ അവർക്കൊക്കെ അതൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാമർ, അതിൻ്റെ പൈസ, പേരും പ്രശസ്തിയും, സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പം അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു ആരാധന, ഇതൊക്കെ ഉള്ളു വലിയ കാര്യമായിട്ട്. അന്നതല്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെ വരുമാനമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു പടം അഭിനയിക്കുമ്പോൾ ഇത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നിത്യ ചെലവിനുള്ള കാശാണ്. ഇന്നിപ്പോൾ സിനിമയെക്കാട്ടിൽ കാശ് ഇവിടെ പലരും ഉദ്ഘാടനത്തിന് പോയാൽ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാലം മാറിയതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മധുസാറിൻ്റെ കൂടെ അഭിനയിച്ചു യുദ്ധകാന്ഡം, നസീർ സാറിൻ്റെ കൂടെ ഞാൻ പാട്ട് വരെ അഭിനയിച്ചു അഭിമാനം എന്ന് പറയുന്ന ചിത്രത്തിനകത്ത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് രാഘവൻ ചേട്ടനെ കുറിച്ച് ഈശ്വര, ഞാനത് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. രാഘവേട്ടൻ്റെ ഒരു ദിനചര്യ, അയ്യോ അത് കണ്ടുപഠിക്കണം കേട്ടോ. അപ്പോൾ ആ കഥ അന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സിനിമയിലും രാഘവൻ ചേട്ടൻ്റെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. വരും, അധികം സംസാരമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് സീൻ അങ്ങോട്ട് വായിക്കും. അത് വായിച്ചേച്ച് ഇരുന്ന് ആരും അദ്ദേഹത്തിന് വലുതായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടിയൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ രാഘവൻ ചേട്ടൻ്റെ കൂടെ ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അഭിനയിച്ച പടങ്ങളിൽ ഞാൻ അവരുടെയൊക്കെ നായികയല്ല ഞാൻ, പക്ഷേ നല്ല വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇൻസെൻ്റ്, രാഘവൻ ചേട്ടൻ, സുധീർ, ആ ഒരു അറിയാമല്ലോ. പിന്നെ ജയൻ, അതെടുത്ത് പറയേണ്ട ഒരാളാണ്. ജയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരോടൊരു കമൻറ്റ് ഇട്ടിട്ട് കണ്ടു, ജയൻ സാറെന്നെന്ത് വിളിക്കാത്തത് മല്ലികാമെന്ന്. എൻ്റെ പൊന്നുമോനെ, അത് എഴുതിയതാണല്ലോ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ എഴുതിയതാണ് കേട്ടോ. കാരണം ജയനെന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാളും ഒരുപാട് ഈ പറഞ്ഞതുപോലെ വയസ്സുകൊണ്ടും എളുപ്പമാണോ അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ എന്നെ ചേച്ചിന്ന് ബഹുമാന പുരസ്സരം വിളിക്കുന്ന ഒരു നല്ല അനിയനായിരുന്നു ജയൻ. അതുപോലെ സുഖോട്ടനെ. അപ്പോൾ അതുകൊണ്ട് വയസ്സ് നോക്കി മാത്രമല്ല ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. എന്തെങ്കിലും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് ഒരു പടത്തിൻ്റെയോ ഒരു ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ചുമ്മാ, അതിപ്പോൾ ഞാൻ പോട്ടെ, ഞാനത്ര വലിയ താരമൊന്നുമല്ല, പക്ഷേ ഇതുപോലെ നിങ്ങളെല്ലാവർക്കും എഴുതും. ഇതൊക്കെ വായിച്ചിട്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഉള്ളിലൊരു ചിരിയേ വരുന്നുള്ളൂ, അല്ലാതെ ഇത് എഴുതുന്നവരോട് ദേഷ്യവും ഇല്ല. കാരണം പാവം അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ, അതിനെ എന്ത് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ജയനെ സാറ് എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ ജയൻ്റെ ആത്മാവ് എഴുതിയവനെ ആയിരിക്കും തല്ലുന്നത്, എൻ്റെ അല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു ജയൻ. എന്ത് കാര്യത്തിനും എപ്പോഴും സുഖമായിട്ട് സംസാരിക്കുകയും. അപ്പോൾ അങ്ങനെ ഞാൻ ജയൻ്റെ കൂടെ അഭിനയിച്ച ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ വേഷം തമ്പിച്ചേട്ടൻ്റെ ജയിക്കാനായി ജനിച്ചവൻ എന്ന് പറയുന്നതാണ്. കാരണം ഞാൻ അതിനകത്ത് നസീർ സാറിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ വരുന്നു, എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ വരുന്നു. അപ്പോഴത്തേക്ക് നസീർ സാറ് വരുന്നു. പിന്നെ അതിൽ സോമൻ ചേട്ടനാണ് എൻ്റെ ഒരു ജോഡിയായിട്ട് വരുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ചാലക്കമ്പോളം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അത് ഞാൻ എപ്പോഴും പറയും, ജയനൊക്കെ സെറ്റിലൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ചേച്ചി ഇങ്ങനെ സംഭവമുണ്ട് കേട്ടോ ചേച്ചി, ഇതൊക്കെ പറ്റി അത് എല്ലാ കാര്യങ്ങളും പറയും. അത് നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരിക്കുന്നു, സിനിമാഭിനയമാണെങ്കിൽ പോലും എന്തോ ഒരു സ്വാതന്ത്ര്യക്കുറവ് എന്നവരാരും ഫീൽ ചെയ്യിക്കത്തേയില്ല. കാരണം അതിന്നും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇത് പിന്നെ കുറച്ച് കൂട്ടം കൂടിയുള്ള ഇരിപ്പ് കുറഞ്ഞു പോയതല്ലാതെ എല്ലാവർക്കും കാണുമ്പോൾ തമ്മിൽ സ്നേഹമാണ്. ഈ ആവശ്യമില്ലാതെ കയറി കിടന്നങ്ങോട്ട് മുട്ടാൻ പോവാതിരുന്ന എല്ലാവരും ഒരു മാന്യമായിട്ട് അവരവരുടെ സ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ നടത്തിയാൽ എന്നും എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ജയൻ വിട്ട് കഴിഞ്ഞാലും പിന്നെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ച് വന്നപ്പോഴാണ് കുറച്ച് കാലം പിന്നെ മക്കൾ പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ വന്നു. ഈശ്വര, സുഖേട്ടനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്നെ ഏൽപ്പിച്ചത് പിള്ളേർ നന്നായി പഠിക്കണം എന്നുള്ളതാണ്. എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വല്ലതും ചോദിച്ചാൽ അന്തസ്സായിട്ട് ഉത്തരം പറയാൻ അറിയണം, അതിനുള്ള വിവരം വേണം, വിദ്യാഭ്യാസം വേണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിന്നു തീർച്ചയായിട്ടും. അങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ഒരു അഭിനയ രംഗത്തേക്ക് വരാൻ കാരണക്കാരനായത് ശ്രീ കെ രാജീവ് എന്ന സീരിയൽ നിർമ്മാണം. അദ്ദേഹം സിനിമ എടുത്തു എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു, അതിൽ ഞാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന ഒരു സീരിയലിനകത്ത് അഭിനയിച്ചു. അത് വലിയ ഹിറ്റായി. കാരണം ആദ്യമായിട്ട് അതിനകത്ത് തിലകൻ ചേട്ടൻ, ജയഭാരതി, അവരെപ്പോലുള്ള വലിയ നടീനടന്മാരൊക്കെ സീരിയലിൽ ആദ്യമായിട്ട് അഭിനയിക്കുക. അപ്പോൾ അതിലാണ് ഞാനും ആദ്യമായിട്ട് സീരിയൽ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ വരുന്നു, അങ്ങനെ ജയഭാരതിയുടെ മകളായിട്ട് പൂർണ്ണിമയെ അഭിനയിക്കുന്നു. അവിടെ തൊട്ട് തിരിച്ച് ഞാൻ അഭിനയ രംഗത്തേക്ക് വന്നു. ആ ഒരു സീരിയലുമായിട്ട് ഇങ്ങനെ അത് തന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് അതിലേക്ക് വന്നത്.
ഇങ്ങനെ സീരിയലുകളുമായിട്ട് പിന്നെ അങ്ങോട്ട് അത് നല്ലോണം വലിയ ഹിറ്റായിപ്പോയി, സൂപ്പർ ഹിറ്റായി. അത് രണ്ടും അതെ, ഞാൻ അഭിനയിച്ച 2 സീരിയലും രാജീവിൻ്റെ, ഒന്ന് പെയ്തൊഴിയാതെ, ഒന്ന് പൊരുത്തം. ഞാൻ ഈയിടെ കണ്ടപ്പോൾ ചോദിച്ചു പിന്നെ ഒരു അനക്കവും ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ തമാശ പറയുന്നത്, അത് രാജീവിനൊക്കെ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ അഭിനയ രംഗത്തേക്ക് ഞാൻ വന്നു എന്ന് കണ്ടപ്പോൾ എന്നെ പിന്നെ ചലച്ചിത്ര രംഗത്തേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത് രാജസേന സാറാണ്. അതായത് പൃഥ്വിരാജിൻ്റെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത രാജസേന സാറിൻ്റെ ഒരു പടം റോമിയോ. അപ്പോൾ അത് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു വലിയ ത്രില്ലടിച്ചു, കാരണം ദിലീപിൻ്റെ അമ്മയായിട്ടാണ്. അപ്പോൾ ദിലീപിൻ്റെ ഒരു കോമഡി നടൻ എന്നുള്ള രീതിയിലെ ഒരു ഹാസ്യ രസപ്രധാനമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്കാർക്കും. അപ്പോൾ അത് പോരെങ്കിൽ കൂടെ കൊച്ചിൻ ഹനീഫ, നമ്മുടെ സലിം കുമാർ, ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി, ഈശ്വര ഇങ്ങനെ ഒരു വേഷത്തിന് എന്നെ വിളിച്ചല്ലോ സാറ്, ഓർമ്മിച്ച്. അതൊക്കെ വലിയ. അങ്ങനെ ഞാൻ പോയിട്ട് രണ്ടാമത് സിനിമയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത് റോമിയോ എന്ന ചിത്രത്തിലൂടെയാണ്. അവിടെ പിന്നെ ഈ പറഞ്ഞതിൻ്റെ വിട്ട് ഈശ്വര ചിരിക്കാനേ നേരമുള്ളായിരുന്നു. എല്ലാവരും എപ്പോഴും തമാശ പറയുന്ന വ്യക്തികൾ. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ സെറ്റ്. എനിക്ക് ഗൗരവമാണ് താങ്ങാൻ പറ്റാത്തത്, ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. നമുക്കൊരു പ്രായമായിട്ടായിരിക്കും ഒരു ശ്വാസം മുട്ടൽ, കുറച്ചൊക്കെ ഒരു തമാശ. അതുപോലൊരു സെറ്റായിരുന്നു നമ്മുടെ ധ്യാനിൻ്റെ ലവ് ആക്ഷൻ ഡ്രാമ. അവിടെ വിശാഖും ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എടുത്താണ്, നിവിൻ പോളി എല്ലാവരും കൂടെ. അവിടെ ചെന്നപ്പോഴും ഈ പിള്ളേരുടെ കളിയും ചിരിയും തമാശയൊക്കെ കണ്ടപ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ പണ്ടും പറയും, കുറച്ചൊന്നൊരു ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ഞാനും കുറച്ചൊരു ഈ സീരിയസ് സംഭാഷണത്തിനെക്കാട്ടിൽ ഞാൻ കൂടുതൽ ചേരുന്നത് കുറച്ചൊക്കെ തമാശ കൂടൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പരിധിക്കപ്പുറത്ത് ടി വിയിലിരുന്ന് ചുമ്മാ തമാശ പറയാനൊക്കത്തില്ല. അയ്യോ ഈ തള്ളയ്ക്ക് എന്താ പറ്റിയത് വിചാരിക്കുന്നതൊക്കെ. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാൻ റോമിയോയിൽ വന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിരുന്നു റോമിയോ. പിന്നെ അങ്ങോട്ട് അപ്പോൾ ഞാൻ സിനിമയിലേക്ക് വന്നല്ലോ എന്ന് കണ്ടപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ അവിടെ ഒരു നല്ല തെറ്റില്ലാത്ത വേഷങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. നിവിൻ്റെ സ്വന്തം പടത്തിന് എന്നെ വിളിച്ചു. പിന്നെ മഹാവീര്യർ, അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ജൂഡിൻ്റെ ഒരു പടം സാറാസ്, അതിലെനിക്ക് വലിയ പേരായിരുന്നു. സാറാസ് എന്ന് പറഞ്ഞ പടത്തില്ലേ നമ്മുടെ ബെന്നി നാരായണത്തിൻ്റെ മകളാണ്, അന്നാബെന്നാണ് നായിക, പിന്നെ സണ്ണി വെയിൽ നായകനും. അപ്പോൾ അവരൊക്കെ കൊച്ചു കുട്ടികളാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു പക്ഷേ എത്രയോ ഞങ്ങളുടെയൊക്കെ സിനിമ അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടെ അപ്പോൾ ആ കഥാപാത്രം ഒരുപാട് പ്രശംസ എനിക്ക് സന്ദേശങ്ങളിലൂടെ വന്നു. വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഞാനത് പല ഇൻ്റർവ്യൂവിലും ഇപ്പോൾ പറഞ്ഞതുമാണ്. ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ചേച്ചി അസ്സലായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് അത് കണ്ടിട്ട് അത് കൊള്ളാമല്ലോ ഈ അമ്മച്ചി എന്ന് കണ്ടപ്പോഴാണ് ആൻ്റണി പെരുമ്പാവൂരിനും നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനും ഒക്കെ ബ്രോ ഡാഡിയിലെ അമ്മച്ചി ചേച്ചി ചെയ്താൽ, അപ്പോൾ എൻ്റെ മോൻ തന്നെയാണ് സംവിധായകൻ, അവനോടൊന്നും ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ ആദ്യം പറയും. അപ്പോൾ എനിക്ക് വിചാരിച്ച എന്തോ ആണോ എന്തോ കൂടെ ഇങ്ങനെ സർപ്രൈസ് എന്ന് പറഞ്ഞ് വരും, എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് പറഞ്ഞത് അമ്മ ഇങ്ങനെ. ഞാൻ നീ എന്തോടാ ചോദിക്കുന്നത്, അമ്മ ചെയ്യുന്നോന്നോ? ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു പടം കിട്ടിയാൽ ആരെങ്കിലും ചെയ്യാതിരിക്കുമോ? അതൊക്കെ അത് തന്നെയാണ് പ്രധാനം. അപ്പോഴത്തേക്ക് ആൻ്റണി വിളിക്കുന്നു, ഇവരെ ലാലു വിളിക്കുന്നു. ലാലു ആൻ്റണിയൊക്കെ എനിക്ക് ഇന്നും ഒരു വലിയ സിനിമാ നടൻ്റെ ഒരു ഗ്ലാമർ വെച്ചുകൊണ്ട് ദൂരെ നിന്ന് എനിക്കല്ല, ഞാൻ എൻ്റെ കൂടെ വളർന്നൊരു കുഞ്ഞാണ്, അത് എന്നെക്കാട്ടിൽ എളുപ്പമാണ് ലാലുവിനെ കൊച്ചിലെ കൊണ്ടു നടന്ന കൂട്ടത്തിലുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞാൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ ചേച്ചിമാർ എല്ലാം. അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് അങ്ങനെ ലാലുവിൻ്റെ അടുത്ത് നിന്നൊരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ ലാലുവിൻ്റെ 2 തമാശയൊക്കെ കേൾക്കുമ്പം അത് അങ്ങനെ ഞങ്ങൾ ചിരിച്ചങ്ങ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഈ വേഷം ചെയ്യാൻ പോലെ നീ പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞതിൻ്റെ വിട്ട് അതങ്ങോട്ട് എൻ്റെ ആ ബ്രോഡാഡിയിലെ അമ്മയുടെ ആ ഒരു വേഷമുണ്ടല്ലോ, അത് എവിടൊക്കെ ആരൊക്കെ എൻ്റെ മുമ്പിൽ പെർഫോം ചെയ്തു, അത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. 3 വയസ്സായ കുഞ്ഞ് മുതൽ ഒരു കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മിടുക്കിയായ കലാകാരി, ഒരു അഭിനേത്രി വരെ ഈ ക്രിസ്ത്യൻ വേഷവും ഇതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ആ ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് ജോണിക്കുട്ടിയെ ഇങ്ങോട്ടൊന്ന് നോക്കിയടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ഞാൻ ചോദിച്ചു നിങ്ങളിത് അതിങ്ങനെ എഴുതി പഠിച്ചതാ അമ്മേ ഞങ്ങളൊക്കെ? ശരി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില കഥാപാത്രങ്ങൾ മനുഷ്യരുടെ മനസ്സിലിങ്ങനെ അതിങ്ങനെ മായാതെ മങ്ങാതെ നിൽക്കും. അതൊരു വലിയ സന്തോഷമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ നടന്മാർ, ഇപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ പടങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് നമ്മളെന്നും ഓർക്കുന്ന പടങ്ങൾ അല്ലേ. ഞാനെപ്പോഴും പറയും മമ്മൂട്ടിയുടെ കാണാമറയത്ത് തൊട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എനിക്ക് ആ കാണാമറയത്തിലെ വേഷമൊക്കെ എന്തൊരു സട്ടിലായിട്ട് അദ്ദേഹം ചെയ്തു. അതുപോലെ മോഹൻലാലും മറക്കാൻ പറ്റുമോ അതൊക്കെ ചില ക്യാരക്ടേഴ്സ് അവരുടെയൊക്കെ.
അതാണ് അങ്ങനത്തുള്ള കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ഈ സിനിമയുടെ ചരിത്രം എഴുതുന്ന സമയത്ത് ഇവരുടെയൊക്കെ പേരുകൾ ഒരു എന്താ പറയുക, ഒരു അനിഷേധ്യമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടെന്ന് പറയുന്നത് അവരുടെ കഥാപാത്രങ്ങൾ കണ്ടാണ് പിന്നീടുള്ള പല നടന്മാരും വരുന്നത്. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് ചിലപ്പോൾ അവരുടേതായ രീതിയിൽ കുറച്ചൊക്കെ ഇമ്പ്രവൈസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ സ്വയം അവർക്ക് തോന്നി ചെയ്തിരിക്കും. പക്ഷേ ആരോ പറഞ്ഞാലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു ഡിഗ്രി വേണമല്ലോ എല്ലാത്തിനും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഒരു അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെയാണ് എനിക്ക് ബ്രോ ഡാഡിയുടെ അത് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ മാത്രമല്ല, കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ അല്ല, പുറത്തുള്ളവരെല്ലാവരും ഈ OTTയിലും ഒക്കെ വന്നതുകൊണ്ട് ബ്രോ ഡാഡി ഇങ്ങനെ കാണുകയും കണ്ടിട്ട് ഇങ്ങനെ എന്നാ സീനായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ. അവരെല്ലാവരും എഴുതി അയക്കുക. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വലിയ സന്തോഷം. അപ്പോൾ അങ്ങനെ വന്ന് ദിലീപിൽ റോമിയോയിലൂടെ തിരിച്ചു വന്ന് ഞാൻ മോഹൻലാലിൻ്റെ ബ്രോ ഡാഡി ചെയ്തു. അതുപോലെ ചെയ്യാനൊരവസരം കിട്ടിയതായിരുന്നു മമ്മൂട്ടിയുടെ കൂടെ. പക്ഷേ വളരെ കാര്യമായിട്ട് 30 ദിവസത്തെ ഡേറ്റും വേണമെന്നൊക്കെ പറയാം. അതിനിടയ്ക്ക് എനിക്കൊരു കാലിലൊരു ചെറിയൊരു നീരും സെല്ലുലൈറ്റിസിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്ന് കുറച്ച് ദിവസം എനിക്ക് ഒരു 3 ആഴ്ച കാലനക്കാതെ വെക്കണം എന്നൊക്കെ പറഞ്ഞത് ഈ ഡേറ്റും എല്ലാം കൂടെ ഒന്നിച്ചായിപ്പോയി. അപ്പോൾ അത് വലിയൊരു നിരാശയായിപ്പോയി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞിരിയും വരുമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. അല്ലാതെ എനിക്ക് അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ എന്തായാലും എനിക്കൊരു വേഷം അങ്ങനെ ഞാൻ കാരണം ഈ സിനിമയുടെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളധികമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇരകളെടുക്കുന്ന കാലം തൊട്ടിങ്ങനെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് വേഷമൊന്നും ഇല്ല ചേട്ടാ എന്തൊക്കെ. കാരണം വെച്ചാൽ അത് സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടുമാണ്, അല്ലാതെ അവർക്ക് വേഷം കൊടുത്തില്ല അവർ പട്ടിണി കിടക്കുമെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതിനകത്തൊരു വേഷം നോക്കുമ്പോൾ അയ്യോ ഇത് അദ്ദേഹത്തെ, അപ്പം എന്തുമാത്രം അവരെ ആലോചിക്കണമെന്ന് ആലോചിച്ച് നോക്കണം, സംവിധായകരും നിർമ്മാതാവും കൂടെ അഭിനയിക്കുന്നവരും ഒക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കഥാപാത്രം വലിയ ചേച്ചി ചെയ്താൽ തെറ്റില്ല, നന്നായിരിക്കും എന്ന് തോന്നുന്ന സമയത്ത് വിളിക്കും. അതല്ലേ ഏറ്റവും നല്ലത്. സന്തോഷമായിട്ടിരിക്കുക, വരാനുള്ളത് വഴി തങ്ങില്ലാത്തൊരു ചൊല്ലുണ്ട്. അങ്ങനെ ഇന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും ഒടുക്കം ഇറങ്ങിയ പടം ക്വീൻ എലിസബത്താണ്. മീര ജാസ്മിൻ, നരേൻ അവരുടെ കൂടെയാണ് ഞാൻ ആ പടത്തിൽ നരേൻ്റെ അമ്മയായിട്ട്. അതിൻ്റെയും ഇന്നലെ കണ്ടൊരു മെസ്സേജ് കിടക്കുന്നുണ്ട്, മോനെ ഉപദേശിക്കുന്നത് വല്ലതൊക്കെ ചെയ്താലും ധാരയിലിട ആരും അറിയാതിരുന്നാൽ മതി. അയ്യോ ഇതെന്തോ ദമ്മാന്ന് നരേൻ ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്കിങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട്. ഞാനത് വായിച്ച് രസിക്കാറുണ്ട്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ ഡയലോഗുകൾ എവിടെയൊക്കെയോ ഇരിക്കുന്ന കൊച്ചു പിള്ളേരും മുതിർന്നവരും ഒക്കെ ഏറ്റു പറഞ്ഞ് നമുക്കൊരു ആശംസയും അഭിനന്ദനവും ഒക്കെ അയക്കുമ്പോൾ അതൊരു കലാകാരി എന്നുള്ള രീതിയിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം.